ആ വൈൽഡ് ലൈഫ് മോനെ, ഞാൻ പറഞ്ഞില്ലേ 35 കിലോമീറ്റർ. ആനേക്കണ്ടാ ഇത്രയും നേരം മാപ്പ് ഇങ്ങനെ നോക്കിയതല്ലോ. കുഴപ്പമില്ല, കാടാണെങ്കിൽ ഒരു കാടാണെന്നുണ്ടെങ്കിൽ റസ്സാണ്, രസം. ആ വണ്ടർ പുറകെ പിടിക്ക്, റസം അല്ലെങ്കിൽ മാറും. ന്യാമാവതി റോഡ് ഇനി 221 കിലോമീറ്റർ. നല്ല തിരക്കാ. അതോ ഒരാൾക്ക് ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ത്രിബിൾസ് ഒക്കെ വെച്ചിട്ടേ കേറി അങ്ങോട്ട് വരിക, എവിടുന്നേലൊക്കെ അങ്ങോട്ട് കേറി വരും. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. കിട്ടുന്നത് മതി, ഉള്ളത് മതി. അന്നന്നത്തെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുക, അങ്ങനെ ജീവിച്ച് തീർക്കുക ഈ ജീവിതം എന്ന് പറയുന്നത്. ഹീറ്റൂറു. അപ്പൊ പോകുന്ന വഴിക്ക് ഒന്ന് സൈഡാക്കിയാണ് കേട്ടോ. കാഴ്ചകൾ മാറി, കൃഷികൾ മാറി, ആളുകൾ മാറി, ജീവിതങ്ങൾ മാറി. ഇവിടെ നോക്കിയാ ചോളം ഉണക്കാൻ വെച്ചിരിക്കാണ് കേട്ടോ. ചോളം കണ്ടോ, ഇത് കണ്ടിട്ട് സൈഡാക്കിയതാ. എങ്ങനെയുണ്ട് സാധനം? ഇങ്ങനെ ഉണക്കാൻ വെച്ചേക്കാണ്. രണ്ട് സൈഡും നെൽപ്പാടങ്ങളാണ് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മലകൾ, തട്ടായിട്ടുള്ള പാടങ്ങൾ കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി പോലത്തെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. കാഴ്ചകൾ മാറി പച്ചപ്പായപ്പോഴേ ഒരു ചെറിയൊരു തണലും ചെറിയൊരു ആശ്വാസം. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കിത് എങ്ങനെ മുതലാവുക? തക്കാളി, ഈ വെണ്ടയ്ക്ക, പടവലങ്ങ, ഇതൊക്കെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലേ ഒരു ചാക്കിന് 25, 30, 40, 50 രൂപയൊക്കെ ഒരു ചാക്കിന് ഹോൾസെയിൽ റേറ്റ് വരുന്നത്. അതിൻ്റെ ഇടനിലക്കാരുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഈ മാർക്കറ്റിലേക്ക് ഇവരിൽ നിന്ന് എത്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവർക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണത്തിന് പുറകെ ഓടുമ്പോൾ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ കുറച്ച് കാലം ഒരു ജോലി ചെയ്തിട്ട് പിന്നെ കൂടുതൽ ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആ ജോലിയിൽ നിന്ന് മാറുന്ന ഒരു പ്രകൃതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. കിട്ടുന്നത് മതി, ഉള്ളത് മതി. അന്നന്നത്തെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുക, അങ്ങനെ ജീവിച്ച് തീർക്കുക ഈ ജീവിതം എന്ന് പറയുന്നത്. ഇവരെ പോലെയുള്ള കർഷകര് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവരൊന്നും ഫുഡ് കഴിക്കില്ലടേ. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഊരുകളാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഓരോന്നും കാണുന്നത്. ഇതുപോലുള്ള വെയിലത്തൊക്കെ കഷ്ടപ്പെടുന്ന കർഷകരാണ് നമുക്ക് അന്നം തരുന്നത്, നമ്മുടെ ഹീറോ. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും കാഴ്ചകൾ മാറിയിട്ടോ. ഇവിടെ കൃഷികളൊന്നല്ല, ഇവിടെ ഇഷ്ടിക ചൂളകളാണ്. കണ്ടമാനം കോട്ടകൾ പോലെ കെട്ടി വെച്ചേക്കാണ്. നോക്കിയാ രണ്ട് സൈഡ് തന്നെയാണ് കാഴ്ചകൾ, ഫുള്ള് ഇഷ്ടിക ചൂളകൾ. അവിടെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കണുണ്ടോ, കണ്ടാ? പിന്നെ കളിമണ്ണ് കൊണ്ടാണ് ഇഷ്ടിക ഉണ്ടാക്കി. പിന്നെ സാധാരണ മണ്ണുകൊണ്ടല്ലല്ലോ ഉണ്ടാക്കുക ഇഷ്ടിക, കളിമണ്ണ് കൊണ്ടല്ല ഉണ്ടാക്കുക. അപ്പൊ ഇതാണ് മുന്നിലുള്ള കാഴ്ചകൾ. റോഡ് അലമ്പായോണ്ടേ നമ്മൾ കിലോമീറ്റർ കവർ ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. സൺസെറ്റിന്റെ ഒക്കെ ടൈം ആവാറായി, 6 മണിയൊക്കെ ആവാറായിട്ടാ. വീണ്ടും സൈഡാക്കിട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയാ ഈ സൈഡിൽ അടിപൊളി നെൽപ്പാടങ്ങളും തൊട്ടിപ്പാലവും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. തൊട്ടിപ്പാലം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇതില്ലേ, കനാല്, തൂക്ക് കനാല്, അങ്ങനത്തെ സെറ്റപ്പിൽ കാണുന്നുണ്ട്. ഇനി ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നോക്കിയാ ഗൈസ്, അടിപൊളി വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൺസെറ്റിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. കാരണം ആ ഒരു സൺസെറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റിനകത്ത് ആ ഒരു സണ്ണ് ആ ഒരു മലകൾക്ക് പുറകിലായിട്ട് ഇങ്ങനെ താന്നു പോകട്ടോ. കണ്ടോ, ശ്രദ്ധിച്ചോ? ഈ ഒരു സൺസെറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടൈമിന് ഇറങ്ങിയത് കേട്ടോ. പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് റോഡൊക്കെ നല്ല തിരക്കാ, റോഡ് നല്ല റഷാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ വന്ന പോലെയല്ല, റോഡ് അലമ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല റഷും അന്തോ ഒന്തോ ഇല്ലാത്ത ആൾക്കാരാണ്. എവിടേക്ക് കയറ്റി പോകുന്നത് ഒരു പിടുത്തല്ല. അപ്പൊ അതിനിടയ്ക്ക് കണ്ട കാഴ്ച എന്താ ഒരു ബ്യൂട്ടി നോക്കിയാ, ഒരു രക്ഷയില്ല. അടിപൊളി കാഴ്ച. ഏത് കന്നാലിയോ? ഹൊണ്ണാലിയാണ് സ്ഥലത്തിന്റെ പേര്. ന്യാമാവതി റോഡ്, ഹൊണ്ണാലി. നല്ല തിരക്കാ. അതോ ഒരാൾക്ക് ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ഒക്കെ ത്രിബിൾസ് ഒക്കെ വെച്ചിട്ടേ കേറി അങ്ങോട്ട് വരിക, എവിടുന്നേലൊക്കെ അങ്ങോട്ട് കേറി വരും.
പിന്നെ ഈ റോഡാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ബ്രൈറ്റ് അടിച്ചിട്ടേ വരുന്നു. ഒന്നാമത് ഇത്ര ദൂരം കാറ്റടിച്ചിട്ടൊക്കെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റില്ലല്ലോ ഈ നേരത്തെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറട്ടോ. പൊടി കയറുന്നുണ്ട് കണ്ണില്, കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവന്മാര് ബ്രൈറ്റും കൂടി അടിക്കുമ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടോ ഇതുപോലുള്ള പ്രാണികള് മൊത്തത്തില് കുറച്ച് ദുഷ്കരമായി കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു തട്ടുകട സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ കാലല്ലേ എല്ലാം പോയിട്ടോ, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. കാല് പോയി, കൈ പോയി, പിന്നെ കണ്ണ് പോയി, എല്ലാം പോയി കിടക്കുക. എൻ്റെ പൊന്നിടാവേ. ഇനി 186 കിലോമീറ്റർ, അതും 36 കിലോമീറ്റർ ഘാട്ട് റോഡാണെന്ന് തോന്നുന്നുണ്ട്. ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഈ തീർത്ഥാഹള്ളിക്ക് പോകുന്ന റോഡ് കണ്ടോ തീർത്ഥാഹള്ളി ബോർഡ് കണ്ടോ, 51 കിലോമീറ്റർ. അതെന്തോ ഒരു ഘാട്ട് റോഡാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് പെട്രോളൊക്കെ ഫുള്ളാക്കിയിട്ട് വേണം പോകാനായിട്ട്. എന്തായാലൊക്കെ കഴിക്കാൻ നോക്കട്ടെ. കഴിക്കാനും മൂടില്ല. ഇരുന്നിട്ട് വടപ്പെറിച്ച് ഹെൽമെറ്റ് ഇട്ടിട്ട് കഴുത്തുളുക്കി രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 9 മണിയായി. ഇനി നമുക്ക് പോകാനുള്ള ഒരു മാപ്പ് കണ്ടോ. അതിന് നമുക്ക് പോകാനുള്ള ഒരു മാപ്പാണ്. നമുക്കിപ്പോൾ ഏത് വഴി നമ്മൾ പോണേ? തീർത്ഥാഹള്ളി വഴി. എബ്രി, മണിപ്പാൽ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് മണിപ്പാൽ അല്ല, മറ്റേ റൂട്ട്. ഇപ്പോൾ മാപ്പ് കാണിച്ചു തരുന്ന റൂട്ട് ഒന്ന് കാണിച്ചേ. മാപ്പ് കാണിച്ചു തരുന്നത് അതാണെങ്കിൽ ഇത് കാർക്കള, ബാംഗ്ലൂർ. ഇങ്ങനെ ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്, ലോക്കൽ റോഡ് ആവൂലേ? ഇപ്പൊ വന്ന പോലത്തെ മാങ്ങാണ്ടി റോഡ്. ഇതാണെങ്കിൽ ഇങ്ങനെ പടവിൽ ഹൈവേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് മണിപ്പാൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പിക്ക് കയറാം. ഉടുപ്പിയിൽ നാഷണൽ ഹൈവേ. ഉടുപ്പിന്ന് നാഷണൽ ഹൈവേ. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര കിലോമീറ്റർ ഉണ്ടോ? 5-6 കിലോമീറ്റർ അത്ര വ്യത്യാസം വരുള്ളൂ. അത്രേ ഉള്ളൂ. എന്താലേ, നമ്മൾ രാവിലെ കാണിച്ച മണ്ടത്തരം കാരണമാണ് ഇപ്പൊ ഇട്ടിട്ട് നിൽക്കുന്നത്. നേരെ നാഷണൽ ഹൈവേ എത്ര കിലോമീറ്റർ ഒരു 100 കിലോമീറ്റർ അധികമാണെങ്കിൽ പോലും നാഷണൽ ഹൈവേ പിടിക്കാട്ടോ. ഈ റൂട്ട് വരുന്നതിനേക്കാൾ നല്ലത്. കാരണം ഈ റൈഡേഴ്സിനൊക്കെ കൂടുതലല്ല, ഇതിനേക്കാളും നല്ല റോഡാണല്ലോ. കൂടുതൽ നോക്കണ്ട. ഈ റോഡിന്റെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാലോ, ഒരു 50, 80, 100 കിലോമീറ്ററിന് അധികം ആയാലും ഒരു കുഴപ്പമില്ല ഹൈവേ കിട്ടിക്കഴിഞ്ഞാൽ. കാരണം അമ്മാതിരി മാങ്ങാണ്ടി റോഡാ. വെറുത്ത് 200 ചില്ലറ കിലോമീറ്റർ എന്ന് രാവിലെ മുതൽ ഓടിയിട്ടുള്ളൂ. പക്ഷെ വെറുത്ത് ഇങ്ങോട്ട് വരണം. കാർക്കള, മൂടബിദ്രി. ഇപ്പൊ നമുക്കിനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ റോഡ് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഏത് ഈ വൃത്തിയിട്ട റോഡ് ഇനിയിപ്പോ 31 കിലോമീറ്റർ കാണിക്കുന്നു. 131 കിലോമീറ്റർ അല്ലേ? എന്റെ പൊന്നു മോനെ, അതാണ് ലാഗ്. എത്ര മണിക്കൂറാ? 131 കിലോമീറ്റർ. 2:39 മിനിറ്റ് അല്ലേ? 2 മണിക്കൂർ 39 മിനിറ്റ്. ഇത് എത്ര സമയം കൊണ്ട് ഓടി എത്താൻ പറ്റുന്നാവോ? കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പോവാം. നല്ല റോഡ് പ്രതീക്ഷിക്കണ്ട. നല്ല റോഡ് ഇല്ല ഇവിടെ. സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രി ആയതുകൊണ്ട് നേരെ പെടക്കാൻ പറ്റില്ല. വണ്ടികൾ ഉണ്ടാവില്ല. പെടച്ചു കഴിഞ്ഞാൽ വല്ല കുഴിയിലും വീഴും. അങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഒരു 40-50 ആ റേഞ്ചൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ വീതി കുറഞ്ഞ റോഡുകളാവും. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്തായാലും മണിപ്പാൽ വഴി ഉടുപ്പിക്ക് കയറിയിട്ട് അവിടുന്ന് നാഷണൽ ഹൈവേ വെച്ച് പിടിക്കുക. അതായിരിക്കും ബെറ്റർ. അപ്പൊ പിന്നെ പെടക്കാം. വൈൽഡ് ലൈഫ് മോനെ, ഞാൻ പറഞ്ഞില്ലേ 35 കിലോമീറ്റർ. എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഗൈസ്. വേറൊന്നുമില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഘാട്ടാണ് റോഡ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി. രാത്രിയിൽ ഇതുപോലത്തെ കാട്ടിലോട്ട് പോകുന്നവരോ? രാത്രി നല്ല വൈബാ. കാരണം ആന, പുലി, കടുവ, കാട്ടുപോത്ത്. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, വരാനിരിക്കുന്നത് കാടാണെന്ന്. ഒരു കാടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ആ മാപ്പ് സൂം ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഒന്നും കാണാനില്ല. പെട്രോൾ പമ്പില്ല, ഷോപ്പുകളില്ല, സിറ്റി ഇല്ല. അപ്പൊ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഒരു കാട് വരാനുണ്ടെന്ന്. കുഴപ്പമില്ല കേട്ടോ. കാട്ടിലേക്ക് കയറിയപ്പോഴേ നല്ല ഒരു എന്താ പറയാ, നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ നാടെത്തേണ്ടി വന്നു ഒരു റോഡ് കിട്ടാനായിട്ട്. എന്താ ഒരു അവസ്ഥ നോക്കിയാ. നല്ലൊരു റോഡ് ഇപ്പോഴാണ് കിട്ടുന്നത്. 200 ചില്ലറ കിലോമീറ്റർ അലമ്പ് റോഡിലൂടെ വന്നിട്ടാ. അതും ഈ വണ്ടിയിലൊന്നും ആലോചിച്ച് നോക്കിയ, സ്കൂട്ടിയിലൊക്കെ ബാക്കിലോ ഓടിക്കുന്ന ആൾക്ക് അതിലും സീന്.
ഇനിയിപ്പോ ബാക്കിലിരിക്കുന്ന ആൾക്ക് അതിലും വലിയ സീന്. അതാണ് അവസ്ഥ. കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 200 ചില്ലറ കിലോമീറ്റർ ഒക്കെ എന്താ പറയാ ബണ്ണ് സപ്പിടം മാതിരിതാ. അപ്പൊ നമ്മുടെ ഫ്രണ്ടില് ഒരു ലോറി പോകുന്നുണ്ട്, അതിന്റെ പുറകില് നമ്മള് പോകുന്നുണ്ട്. യാനയെല്ലാം ഇருக்கு, പുലിയെല്ലാം ഇருக்கு, അങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ പോവാട്ടാ. ഇത്രയും നേരം മാപ്പ് ഇങ്ങനെ നോക്കിയതല്ലോ. കുഴപ്പമില്ല, കാടാണെങ്കിലും ഒരു രസമല്ലേ. കാടാണെന്നുണ്ടെങ്കിൽ റസ്സാണ്, റസം. ആ വണ്ടർ പുറകെ പിടിക്ക്, റസം അല്ലെങ്കിൽ മാറും. റസം 10 മണി കഴിഞ്ഞ് റസം സാമ്പാറാവും. ഇങ്ങനൊരു കാടുള്ളത് ഞാൻ ഇന്നേ വരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഈ നാട്ടുകാരനായിട്ട് നിനക്ക് അറിയില്ല അങ്ങനെ ഒരു കാടുള്ളത്. നാടാ ഇതാ. വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏത് നാടെന്ന് ആർക്കറിയാം. ഗൈസ്, നമ്മള് ആ ഒരു കാട്ടില് കുറച്ച് നേരം യാത്രക്ക് ശേഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഇതോ ഒരു ദർഗയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ദർഗയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ നിർത്തി ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ഘാട്ടല്ല, ആ ഒരു ഫോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചതിന് ശേഷം നല്ല തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പോൾ ജലദോഷവും ഒക്കെപ്പാടെ തുമ്മലും ഒക്കെപ്പാടെ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടോ. കുറച്ച് വെളിച്ചവും കുറച്ച് ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അപ്പോഴാണ് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ശരിക്കും നമ്മൾ പെട്ട് ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകുമ്പ ഘാട്ട് രാത്രി ഡ്രൈവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റൂട്ട് പിടിച്ചത്. അവസാനം ശിവമോഗ പോവാതെ തന്നെ ഈ റൂട്ട് കയറി പോകുന്നത്. അതായത് ശിവമോഗ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഘാട്ട് വഴിയാണ് വരിക. അപ്പം നമ്മൾ ആ റൂട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ റൂട്ട്, ഇത് അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഇത്രേ. അതായത് വേറെ ഒന്നുമല്ല, ഇനി ഇവിടെ നിന്ന് ഉടുപ്പി എത്തുന്നത് വരെ ഫുള്ള് ഫോറസ്റ്റാണ്. അതായത് ആകുമ്പ ഘാട്ടും ചുരവും 100 ചില്ലറ കിലോമീറ്ററോളം ഇവിടുന്ന് ഫോറസ്റ്റ്. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നട്ടപ്പാതിരായി കഴിഞ്ഞു. ഇവിടെ ഒന്നും നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമല്ല. ഒരു കോൾ ഇങ്ങോട്ട് വന്നാലോ അങ്ങോട്ട് കോൾ ചെയ്യാനോ എന്തിന് ഗൂഗിൾ മാപ്പ് ഇടാൻ പോലും നെറ്റ്വർക്ക് ഇല്ല. അവസ്ഥ ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെയാണ് യാത്രയിലെ ഓരോരോ എന്താ പറയാ അതിന്, യാത്രയിൽ കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളും ആസ്വാദനങ്ങളും. എന്തായാലും ഒരു ഒന്നൊന്നര അനുഭവമായി. എന്നാലും ഇങ്ങനെ മാപ്പ് പിടിച്ച് സൂം ചെയ്തിട്ടാണ് കാട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോടാ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടുന്ന് 35 കിലോമീറ്റർ ഉണ്ട് തീർത്ഥാടനയിലേക്ക്. ഇവിടെ റൂമൊക്കെ അത്യാവശ്യം റെന്റ് ഉണ്ട്, വിത്തൗട്ട് ബെഡ്. ഇവിടെ ലൈറ്റ് ഓഫ് ആക്കി. ഇനി കാട് ഞങ്ങള് മാത്രം ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. ഇവിടെ ഒരു കാരണവശാലും നിക്കടാ ഹെൽമെറ്റ് എടുത്ത് പൈസ ഒക്കെ കൊടുത്ത്. അപ്പൊ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കി ഇവരൊക്കെ പോവാണ്. ഇനി ഞങ്ങള് മാത്രം. അങ്ങനെ നമ്മൾ വീണ്ടും കാടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഉടുപ്പി വരെ ഈ റോഡാണ് കേട്ടോ. ഇപ്പൊ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇല്ല, അതാണ് മെയിൻ ആയിട്ട്. ഞങ്ങൾക്ക് അവിടെ റൂമും ലോഡ്ജും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നെറ്റ്വർക്ക് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോണത്. നെറ്റ്വർക്ക് ഇല്ലാതെ പോക്കും ടാസ്ക് ആണ്, നെറ്റ്വർക്ക് ഇല്ലാതെ ഇവിടെ നിൽക്കലും ടാസ്ക് ആണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. എന്തുകൊണ്ടും മാപ്പ് ചതിച്ചത് അല്ലേ. ഞങ്ങളിപ്പോ 131 കിലോമീറ്റർ അടിച്ചു മിന്നിച്ച് പോവാ. അവിടുന്ന് ഹൈവേ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ആ ഒരു പ്രതീക്ഷയിലാണ് പോയിരുന്നത് കേട്ടോ. പക്ഷെ ആകുമ്പേ ഘാട്ട് അതിനിടക്ക് വരുന്നുണ്ട്. തീർത്ഥാടനയൊക്കെ കഴിഞ്ഞിട്ട് ആകുമ്പേ ഘാട്ട് മിസ്സായി മണിപാളി, പ്ലാന് തെറ്റി. ആകുമ്പേ ഘാട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല. ഘാട്ട് കയറുന്നോണ്ട് കുഴപ്പമില്ല, ചിലപ്പോ അവിടെ 2 വീലർ കടത്തി വിടാൻ ചാൻസ് ഇല്ല. എന്താ അവസ്ഥ എന്ന് അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ കാടിന്റെ അകത്ത് കൂടെ പോവുക. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജംഗ്ഷനുകൾ വരും. ഇനി അടുത്ത ഒരു ടൗൺ എന്ന് പറയുന്നത് മനുഷ്യന് കാണണമെന്നുണ്ടെങ്കിൽ തീർത്ഥാടനയിൽ വരെ പോകണം. അതാണ് ഇപ്പത്തെ അവസ്ഥ, നിലവിലെ അവസ്ഥ, കണ്ടീഷൻ. ഇനി വല്ല പുലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ കാണാട്ടോ ഒരുമിച്ച്. അങ്ങനെ നമ്മൾ തീർത്ഥാടനയിൽ എത്തിട്ടോ. തീർത്ഥാടന ടൗണിലേക്ക് എത്തി. അവിടെ നിന്നും ഇപ്പൊ ഏകദേശം 35 കിലോമീറ്റർ നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്നാണ് നമുക്ക് ടാസ്ക് വരുന്നത്. നമുക്ക് നോക്കട്ടെ. ലോ ബഡ്ജറ്റിക്ക്, ചെറിയ ബഡ്ജറ്റിൽ, ഞങ്ങളെ കയ്യിൽ ഒതുങ്ങിയ ബഡ്ജറ്റിക്ക് റൂം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അതല്ല ടെന്റ് അടിക്കാൻ ആരെങ്കിലും പെർമിഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. ആദ്യം റൂം ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ടെന്റ് അടിക്കാനുള്ള പെർമിഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കും. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിസ്ക് എടുക്കും. റിസ്ക് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഹെവി റിസ്ക് ആണ്. ഇവിടെ നിന്ന് തീർത്ഥാടനയിൽ നിന്നും
ഹെബ്രിയിലേക്ക് 51 കിലോമീറ്റർ വരുന്നുണ്ട്. ഈ 51 കിലോമീറ്ററിൽ ഒരു മെയിൻ ഫോറസ്റ്റ് വരുന്നുണ്ട്, മെയിൻ ഘാട്ട് വരുന്നുണ്ട്, ബെൻഡുകൾ വരുന്നുണ്ട്, ഹെയർപിൻ ബെൻസ് വരുന്നുണ്ട്. അതൊക്കെയാണ് വിഷയം. ബസ് സ്റ്റോപ്പിൽ അടക്കുക, ബസ് സ്റ്റോപ്പിൽ അടക്കുക. റൂം ഇതല്ലേ പറഞ്ഞു, ഇവിടെ റൂമുകൾ കിട്ടുന്നു കുറെ. ഏതായാലും പമ്പിലും ചോദിച്ചു നോക്കാം, ആ പമ്പിലും ചോദിച്ചു നോക്കാം, ആ ചെക്കൻ്റെ അടുത്തും ചോദിച്ചു നോക്കാം. വെറുതെ ജസ്റ്റ് കിട്ടി പോയാൽ പോട്ടെ, വെറുതെ ചോദിച്ചു നോക്കാം. വാ, വലിയൊരു ടൗണ്. ഇവിടെ റൂം ചെറിയ ബഡ്ജറ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മോനെ പെട്ട ഒരു പെടലേ. അപ്പോൾ ഹംപി മംഗലാപുരം വഴി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചിക്ക്മാംഗ്ലൂർ വഴിയായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. ഈ റൂട്ടൊന്നും ആരും വരരുതേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡും മോശമാണ്. പിന്നെ ഇവിടേക്ക് ഈ നേരത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് അതിലും വലിയ റിസ്ക്കാണ്.